എന്തായി കാണിക്കുന്നത്? ഇല്ല, എന്റെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ ഇത് ചെയ്യാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. പിന്നെ എന്താണ് വേണ്ടത്? കൊല്ലണോ നിന്റെ അച്ഛനെ വരാനെ? അതാ ഇതിന് ഭേദം. എല്ലാം കേട്ടോണ്ട് ചക്കുപൊട്ടി കിടക്കാകത്ത്. അറിയോ നിങ്ങൾക്ക്? അറിയാം. എന്ന് വെച്ച് നാഥനില്ലാണ്ട് കിടക്കണോ കോവിലകം? ഇനിയൊരു പടിയേറ്റം നടത്തണമെങ്കിൽ പേരിനെങ്കിലും ഇങ്ങനൊരു ചടങ്ങ് വേണം. തിരുമംഗലം കോലത്തെ കുട്ടിക്ക് ഇതൊന്നും അറിയില്ലെന്നുണ്ടോ? അറിയില്ലേ, അറിവുള്ളവരോട് ചോദിക്കേ. കുട്ടി, അവകാശി ജീവിച്ചിരിക്കുമ്പോ മുറ തെറ്റിച്ചൊരു പടിയേറ്റം പാടില്ല. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ചടങ്ങിനെങ്കിലും ജീവിച്ചിരിപ്പില്ലാന്ന് വരുത്തണം. അല്ലാണ്ട് പാടില്ല. അതിന് ഇതൊരു മാർഗമുള്ളൂ. ഇതൊന്നുമില്ലാതെ മുറപ്രകാരം അവകാശിയാകാൻ ഒരാളുണ്ട് ഇവിടെ. ആരാണിയത്? എന്റെ കഴുത്ത് മിന്നു കെട്ടാൻ നിങ്ങൾ കണ്ടെത്തിയ ഒരാള്. അങ്ങനെ ഒരാളുണ്ടോ? അങ്ങനെ ഒരാളില്ല തിരുമേനി, പ്രാന്തായവൾക്ക്. ഇവർക്ക് തിരുമേനി വഴിയെ പോയി ഒരുത്തന്റെ തലയിൽ എന്നെ പിടിച്ച് കെട്ടിവെച്ചാ ഇവരുടെ എന്ത് തോന്നിയാസം നടക്കുമെന്ന് വിചാരിച്ച് ഇവർക്ക് തെറ്റി. നല്ലവരായി അയാൾ കോവിലകം വിട്ടു പോയിട്ടില്ലേ? ഇനി അത് മറക്കരുത്. എനിക്കറിയാം അയാൾക്ക് എന്നോട് സ്നേഹമാണ്. ഞാനൊന്ന് സ്നേഹത്തോട് നോക്കാൻ, ഒന്ന് സംസാരിക്കാൻ കാത്തിരിക്കാണ് അയാൾ ഇപ്പോഴും. ചെയ്തതൊക്കെ തെറ്റായി പോയി ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ വിളിച്ച അയാൾ വരും. ഈ സ്ഥാനം അയാൾക്കുള്ളതാണ്, അയാൾക്ക് മാത്രമുള്ളതാ. അപ്പൊ അനന്തരാവകാശി ജീവിച്ചിരിക്കുമ്പോ അറിഞ്ഞുകൊണ്ട് മുറ തെറ്റിച്ചൊരു പടിയേറ്റം അല്ലേ? ഇതിനെ കൂട്ടിക്കാൻ ഞങ്ങൾക്കാവില്ല. വരിക എല്ലാരും. ഇതാരെ കൊച്ചുതമ്പുരാട്ടിയോ? വരിക വരിക, വന്നീ സിംഹാസനത്തിലോട്ട് ഇരിക്കുക. പുതിയ വല്ല കരുനീക്കം കൊണ്ടാവും വരവ്, അതോ ഈ കോവിലകം വിട്ട് പോണെന്ന് അപേക്ഷിക്കാനോ? അല്ല, ഒരിക്കലും ഇവിടം വിട്ട് പോകരുതെന്ന് അഭ്യർത്ഥിക്കാൻ. ഒന്നും മനസ്സിലാക്കാതെ പറഞ്ഞു പോയതിനും ചെയ്തു പോയതിനും ഒക്കെ മാപ്പ് പറയാൻ. അയ്യോ, എന്തായി പറയണത്? തിരുമംഗലം കോവിലകത്തെ കൊച്ചുതമ്പുരാട്ടി അടിയനോട് മാപ്പ് പറയേ വേണ്ടട്ടോ. കോലോത്തെ കീഴ്വഴക്കങ്ങളൊന്നും തെറ്റിക്കണ്ട. പരിഹസിച്ചോളൂ, എത്ര വേണമെങ്കിലും. എല്ലാം കേൾക്കണ്ടവള. ഇളയച്ചന്റെ പട്ടാഭിഷേകം കഴിഞ്ഞ പിന്നെ ഈ കോലോത്തിന്റെ പടി ഇറങ്ങേണ്ടി വരും ഞാൻ. ഒരപേക്ഷ കൂടിയുണ്ട്. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് കൊടുത്ത വാക്ക് പാഴ്വാക്കാകരുത്. ആഡംബരം ആർപ്പുവിളി ഒന്നുമില്ലാതെ ഈ കഴുത്തിലൊരു മിന്നു കെട്ടണം. മുറപ്രകാരം ഒരു അവകാശം ഉണ്ടാവണം ഈ കോലത്തിന്. അങ്ങനെ പൊന്നുമടത്തിലെ വിഷ്ണുനാരായണൻ തിരുമംഗലം കോവിലകത്തെ പുതിയ പൊന്നു തമ്പുരാനാവണം. ഒട്ടും കുരവയും ആർപ്പുവിളിയും കേട്ട് വീണ്ടും ഒരു പട്ടാഭിഷേകം നടക്കണം. കോവിലകത്തെ മണിയറയിലെ പട്ടുമത്തയിൽ കൊച്ചുതമ്പുരാട്ടിയോടൊപ്പം പള്ളി ഉറങ്ങണം. ഒന്നും അറിയാത്ത പാവം എന്റെ അച്ഛനെ നാട്ടുകാർ തല്ലിക്കൊല്ലുന്നത് കണ്ടില്ല എന്നങ്ങോട്ട് നടിക്കണം അല്ലേ? മിണ്ടരുത്. നിന്റെ മുമ്പിൽ ഇതുപോലെ ഞാനും നിന്നിട്ടുണ്ട് ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് പറയാൻ. എന്നിട്ട് കരുതി കൂട്ടി ചതിക്കുകയായിരുന്നില്ലേ നീ? ഇത് കണ്ടോ, പട്ടാഭിഷേകം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കൊട്ടും കുരവയും ആർപ്പുവിളിയും എല്ലാം ഉണ്ട്. പക്ഷെ നീ അത് കേൾക്കില്ല. അതൊക്കെ മുഴങ്ങുന്നത് എന്റെ നെഞ്ചിനകത്താടി. നീ പറഞ്ഞില്ലേ തമ്പുരാനെ കൊല്ലാൻ ശ്രമിച്ചത് ഞാനാണെന്ന്. ആണെന്ന് തന്നെ കരുതിക്കോ. ഇനിയിപ്പൊ തമ്പുരാനെ കൊന്നാലേ തിരുവാഭരണം വീണ്ടെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ മടിക്കില്ലടി. എന്താ എവിടെ കൊണ്ടുപോയി കൊന്നു കുഴിച്ചു? അത് ഞാൻ പറയണോ? എന്നേക്ക് നന്നായിട്ട് തമ്പുരാൻ അറിയില്ലേ? നിന്നെ കൊണ്ട് ഞാൻ പറയിക്കുമാ. എല്ലാരും കൂടെ എന്താ ചെയ്ത എന്റെ അച്ഛന്? എവിടെ എന്റെ അച്ഛൻ? കൊല്ലേണ്ടി വന്ന കൊല്ലുന്ന് പറഞ്ഞില്ലേ? എവിടെ എവിടെ എന്റെ അച്ഛൻ? ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്നെങ്കിലും പറയാൻ. വിഷ്ണു, ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷണം പോയി. നീ എടുത്തുന്ന നാട്ടിലെ സംസാരം. നാട്ടുകാരാകെ ഇളകിയിരിക്കുക. പറയണില്ല, നേരാണോ ഇതൊക്കെ? പൊന്നളിയന്റെ വീരകഥകൾ ഇനിയുമുണ്ട്. കേൾക്കണോ? കള്ളം മാത്രമല്ല, കൊലയാളി കൂടിയാവൻ. എല്ലാത്തിനെയും നമ്മുടെ മോൻ ദേവിയുടെ തിരുവാഭരണം കക്കുന്ന കരുതുണ്ടോ നീ? എന്റെ ഭഗവതി, എന്തിനാ എന്നോട് ഈ പരീക്ഷണം? എല്ലാരും കൂടി തല്ലിപ്പൊളിച്ച് അകത്ത് വരും മുമ്പ് ഒന്ന് ഇറങ്ങിച്ചെല്ല്. എന്തെങ്കിലും ഒരു സമാധാനം പറയ അവരോട്. തുറക്കണോ വാതിൽ, അതോ വന്ന് ചവിട്ടി പൊളിക്കണോ? പണിക്കിറങ്ങി മാറിയിരിക്കുക. ഇന്ന് നോക്കി നിന്നിട്ട് കാര്യമില്ല, ചവിട്ടി പൊളിക്കുക. എന്താ നിങ്ങൾക്ക് വേണ്ടത്? തലമുറകളായി വിളക്ക് വെച്ച് ആരാധിക്കുന്ന പരദേവതയുടെ മുതലേ എന്റെ മോൻ കട്ടൂന്നറിയണോ?
അങ്ങനെ ഒരു കൊടുംപാപം ചെയ്യാൻ അവന്റെ കൈ പൊങ്ങുന്ന കരുതുന്നുണ്ടോ? നട അടച്ചു കൂട്ടിയ താക്കോൽ ഇപ്പോഴും ഈ അറക്കകത്ത് ഇരിപ്പുണ്ട്. ആ അതാണല്ലോ സൗകര്യമായത്. പരദേവത മാത്രമേ ഉള്ളൂ പൊന്നുംപടക്കാർക്ക് സ്വന്തമായിട്ടുള്ളത്. അതിനുള്ളിലെ പൊന്നും പണ്ടവും എല്ലാം നാട്ടുകാരുടെ പൈസ കൊണ്ട് മേടിച്ചതാ. അത് ഇപ്പോഴും അവിടെ ഉണ്ടോന്നാ ഞങ്ങൾക്ക് അറിയേണ്ടത്. നടന്നോക്കേ, എന്താ നിങ്ങൾ ഈ പറയണേ? മുഹൂർത്തവും കാലവും നോക്കിയിട്ടാണോ കക്കാൻ കയറിയത്? അതിനേക്കാൾ വലിയ കാര്യമൊന്നും അല്ല മുഹൂർത്തം തെറ്റിച്ച് കയറുന്നത്. ഇല്ല, അത് നടക്കില്ല. അതെന്താ? നോറ്റ തിരുമേനി വന്ന് നടവിളക്ക് വെച്ചാൽ നട തുറക്കില്ല. പ്രശ്നവശാൽ കണ്ടെത്തിയ ആചാരങ്ങൾ തെറ്റിക്കാൻ പാടില്ല. മുഹൂർത്തത്തിന് 3 നാഴിക നേരല്ലേ ഉള്ളൂ, അതുവരെ കാക്കുക. ഇതൊരു അപേക്ഷയാണ്. നട തുറന്ന് നിങ്ങൾ കേട്ടത് നേരാണെന്ന് ബോധ്യമായാൽ അതിന് നിങ്ങൾ തരുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ ഒരുക്കാണ്. ചേട്ടൻ കണ്ടോ, ഒരു പടയായിട്ട് ഇപ്പൊ വരും അവന്റെ നാട്ടുകാര്. അവനെ പിടിച്ചിറക്കി മുറ്റത്ത് വെച്ച് തന്നെ തല്ലിക്കൊല്ലുന്നത് കാണാം നമുക്ക്. തമ്പുരാനെ അവനെ മുറിയിൽ കാണുന്നില്ല. ചേട്ടാ, കല്യാണിയും കാണാനില്ല. ഞാൻ എല്ലായിടും തിരക്കി. പിന്നമ്പറത്തെ വാതിൽ തുറന്നു കിടപ്പുണ്ട്. അപ്പ ശത്രു കൂടാരത്തിൽ തന്നെയുണ്ട്. കളം മാറ്റി ചവിട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ബലരാമനെ വിഡ്ഢിയാക്കിക്കൊണ്ട് ഓരോന്നിങ്ങനെ ഹരിച്ചും ഗുണിച്ചും കണക്ക് കൂട്ടി വരുമ്പോ അത് തെറ്റിക്കാൻ തുടങ്ങിയ സഹിക്കാൻ പറ്റുമോ? പറ്റില്ല. അവനെ തുറന്നു വിട്ട ഞാനാ. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നിന്റെ പുതിയ മുഖം കണ്ടപ്പോ എന്റെ മനസ്സ് പിന്മാറി. നീ കൂട്ടിക്കിഴിച്ച കണക്കുകളെല്ലാം തെറ്റിച്ചതും അതുകൊണ്ട് തന്നെയാണ്. എന്നെ വിഡ്ഢിയാക്കാമെന്ന് കരുതിയോ? നടക്കില്ലടാ. കുഞ്ഞുനാളിലെ ഈ കൈ പിടിച്ചാണ് നീ പിച്ച വെച്ച് നടന്നിട്ടുള്ളത്. ഈ നെഞ്ചി തലചായ്ച്ചാണ് നീ ഉറങ്ങിയിട്ടുള്ളത്. ഈ കൈ കൊണ്ടാണ് നിന്നെ ഞാൻ ഊട്ടിയിട്ടുള്ളത്. അതേ കൈ കൊണ്ട് അടിച്ച് ചെകിട് പൊളിക്കാനും എനിക്കറിയാം. എന്റെ പട്ടാഭിഷേകത്തിന് ഏറ്റവും കൂടുതൽ തിടുക്കം കൂട്ടിയവൻ നീയാണ്. അതും സ്വപ്നം കണ്ട് നടന്ന ഞാൻ നിന്റെ താളത്തിനൊത്ത് തുള്ളി. പക്ഷെ അത് വലിയ തമ്പുരാനെ കൊന്നിട്ട് വേണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. നിന്നെ തമ്പുരാനാക്കാനാണ് ഞാൻ ഈ പാടൊക്കെ പെട്ടതെന്ന് കരുതിയെങ്കിൽ തെറ്റി. വലിയ തമ്പുരാന്റെ അതേ അനുഭവം നാളെ എനിക്കും വരുമെന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കളി കളിച്ചത്. എന്റെ കരുനീക്കങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് ആരായിരുന്നാലും ശരി, ബന്ധങ്ങളൊന്നും നോക്കില്ല ഞാൻ. ചവിട്ടി നാഭി കണക്ക് തളർത്തിയിടും ഞാൻ. പിന്നെയും ഒഴിയാതൊരു കട്ടില് വീണ്ടും കിടക്കും കോലോ തകത്തളത്തില്. ഓടാ. വാ, ദാ നോക്ക്, കണ്ണു തുറന്നു നോക്ക്. രക്ഷിച്ചു കൊണ്ടുവന്ന ഈ തമ്പുരാന്, അല്ലെങ്കിൽ കൊന്നുകളയായിരുന്നു നിന്റെ ചെറിയച്ചന്മാര്. കഴിഞ്ഞ 6 മാസമായി ചെയ്തു കൂട്ടിയതെല്ലാം ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടായിരുന്നു. നാളെ പുലർച്ചെ പൊന്നുമടം കുടുംബക്ഷേത്രത്തിൽ നട തുറക്കും. അതിനു മുമ്പ് ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം പ്രായശ്ചിത്തം പറഞ്ഞ് എനിക്ക് ദേവിയുടെ തിരുവാഭരണം തിരിച്ചു വെക്കണം. നിനക്കറിയോ, നിന്നേക്കാ കൂടുതൽ ഇദ്ദേഹത്തിന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളത് ഞാന്. ഈ തമ്പുരാനൊന്ന് വാ തുറന്ന് മിണ്ടിയില്ലായിരുന്നെങ്കിൽ പിച്ചി ചീന്തിയെ നാട്ടുകാരെന്റെ അച്ഛന്. ഒരു തെറ്റേ ഞാനിപ്പോ ചെയ്യുന്നുള്ളൂ. മുതലും പലിശയും കൊടുക്കാതെ ഒരു പണയപ്പണ്ട തിരിച്ചെടുത്തു കൊണ്ടുപോവുക ഈ തമ്പുരാന്റെ സമ്മതത്തോടെ. ഭൈരവ, നീ ക്ഷേത്രത്തിലേക്ക് പോയിക്കോ. നട തുറക്കുന്നതിന് മുമ്പ് തിരുവാഭരണമായിട്ട് ഞാൻ അവിടെ ഉണ്ടാവും. അമ്മേ ഭഗവതി മഹാമായേ, ഇല്ലടാ, നിനക്കത് കൊണ്ടുപോകാനാവില്ല. തന്നയക്കില്ല ഞാൻ.
എങ്ങനായാലും വിഷ്ണുവിനെത്തും. പിടിച്ചു കെട്ടിയിടണ ഈ അമ്പലമുറ്റത്ത്. അതിനാ തന്നെ കൊണ്ടുവന്നത്. ആളെ എനിക്ക് നേരിട്ട് കണ്ട് പരിചയമുണ്ടാവും. ഹ, അത് ഞാനെങ്ങനാണ് അറിയുന്നത്? ഒരു കള്ളനെ കണ്ടാ തിരിച്ചറിയാൻ വയ്യെങ്കിൽ താൻ എന്ത് പോലീസാ? ആ, ഇനി എല്ലാവരും ഓരോ വഴിക്ക് വിട്ടോളൂ. ഞാൻ അങ്ങോട്ട് അല്ല വേണ്ട, ഇങ്ങോട്ട് പോ. വൈരവ, എങ്ങനെയാടാ ഇത്? അതിനൊക്കെ വഴിയുണ്ട്. ലക്ഷ്മിക്കുട്ടി, ഇവിടെ കൊണ്ട് എന്ത് ചെയ്യാൻ? അതിനും വഴിയുണ്ട്. എനിക്ക് കൊടുക്കട. തുറക്ക്, ഗജനാവ് തുറക്ക്. മോന്തിക്കൂ. തൊട്ട് നക്കാനൊന്നും കൊണ്ടുവന്നില്ല, ക്ഷമിക്കണം. ലക്ഷ്മിക്കുട്ടി, ഓടി. ചെല്ല്, ചെല്ല്. ചെല്ലടി. കലക്കിയിട്ട് വാ. ചെല്ല്. വേഗം വാ, പോയിട്ട്.
അമ്പലമുറ്റത്ത് പിച്ച വെച്ച് ഇവിടത്തെ കൽവിളക്കുകൾ കൊളുത്തിയ ഈ വിഷ്ണു വളർന്നത്. ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും മാപ്പ്. ഇനി എല്ലാത്തിനും അവകാശ താനാ. അതെ ഈ സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് താനാ. അതെ. എന്നാ അവിടെ ഇരിക്കുക. ഒന്ന് കാണട്ടെ ഞാൻ. ഇഷ്ടായി ഇരിക്ക. ഇല്ല തമ്പുരാനെ, ഒന്നുമില്ലാതെയില്ല ഞാൻ ഈ കോവിലകത്തേക്ക് വന്നത്. തിരിച്ചു പോകുമ്പോഴും ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല. കോവിലകത്തെ പട്ടുമെത്തിൽ കിടന്നാലൊന്നും എനിക്ക് ഉറക്കം വരില്ല. പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളൊക്കെ ആയിട്ട് ഒരു സാധാരണക്കാരനെ പോലെ ആ കൊച്ചു വീട്ടിൽ കഴിയാൻ എനിക്കിഷ്ടം. ഇന്നെനിക്കതിനൊരു കൂട്ടുമുണ്ട്. ഈ കോവിലകത്തെ ഏറ്റവും വിലപ്പെട്ട നിങ്ങളുടെ കൊച്ചു തമ്പുരാട്ടി.